ഇത്രയും മനോഹരമാക്കി സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, എന്തായാലും ഞാനിന്ന് ഈ അവസരത്തിൽ വളരെയധികം സന്തോഷത്തിലാണ് നിൽക്കുന്നത്. കാരണം ചെറുപ്പം മുതലുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ അക്കാദമിയുടെ അകത്തോട്ട് കയറണം, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കാണണം എന്ന് ആഗ്രഹിച്ച് ഒരു 4ാം ക്ലാസ് ട്രിപ്പ് പോയ സമയത്താണ് ആദ്യമായിട്ട് ഈ ഒരു അക്കാദമി കാണുന്നത്. അന്ന് മുതൽ കൂടെ കൂടിയതായിരുന്നു ഈ ഒരു ഇതിനകത്ത് കയറിയിട്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് അറിയാനുള്ളൊരു ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ പുറമെ കുറേ നടന്നു. അങ്ങനെയാണ് ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ ഈ കോർഡിനേറ്ററായ റഹീന ടീച്ചറെ കാണുന്നതും പരിചയപ്പെടുന്നതും സംഘടനയിലേക്ക് നമ്മൾ കയറുന്നതും. അന്ന് മുതലാണ് പിന്നെ കലയിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത്. അതുവരെ ഈ പറഞ്ഞതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ആളുകളോ കുടുംബവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പാട്ട് സ്കൂളുകളിൽ പാടുന്നല്ലാണ്ട് പൊതുവേദികളിൽ പാടുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ മുന്നേ പറഞ്ഞല്ലോ, ഫൈസൽ മാഷാരോ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്നും പാട്ട് പഠിക്കണം എന്നുള്ളത്. ഞാൻ ഇന്നും പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. ഹിന്ദുസ്ഥാനി സംഗീതം എപ്പോഴും പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് റഹീന ടീച്ചർ മുഖാന്തരം ഞാനിങ്ങനെ സംഘടനയിൽ വന്നു, ഫോക്ക് ആർട്സ് കൾച്ചറൽ ഫോറം അങ്ങനെ എത്തി. അത് പിന്നീട് കോവിഡായി. കോവിഡിൻ്റെ അതിപ്രസരം കാരണം നമ്മളെല്ലാവരും വീടുകളിലായി. പിന്നെ അങ്ങനെ പോയി നമ്മൾ അക്കാദമിയിൽ പരിപാടിയിലെത്തി. ആ ഒരു സമയത്ത് തന്നെയാണ് ബഷീർ ഖാനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്ക് ആ ഒരു പരിപാടിയിലാണ് ആദ്യമായിട്ട് KG-UD അനുസ്മരണ പരിപാടിയിലാണ് ആദ്യമായിട്ട് എന്നെ പ്രസൻറ്റ് ചെയ്ത് പാടിപ്പിച്ചത്. അപ്പം അതിനുശേഷം ഈ ഒരു അക്കാദമിയിൽ അംഗമാകാനും ഇവിടുത്തെ എല്ലാ പരിപാടിയിലും ഇങ്ങനെ പങ്കെടുക്കാനും ഇവിടുത്തെ ആളുകളെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. വളരെയധികം സന്തോഷം. അവസാനം കഴിഞ്ഞ വർഷമാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നോട് ബഷീർക്കും ബക്കർ മാഷും റഹീന ടീച്ചറും ഒരു കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇങ്ങനെ ടീച്ചറാവാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ നിന്ന് ഷോക്കായി. എനിക്ക് അതിൻ്റെ സത്യമാണെന്ന് മനസ്സിലാവില്ല. കാരണം ടീച്ചറാണ് അക്കാദമിത്തെ, അതായത് ഞാനോ എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പറഞ്ഞു ഇത്രയും ദൂരെ വരണ്ടേ, അപ്പോൾ എനിക്ക് ശരിയാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, എന്ത് ശരിയായാലും ശരിയായാലും നോക്കാം. നിങ്ങൾ ആ ചോദിച്ചതിൽ നിന്ന് ഞാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം അക്കാദമിയിൽ ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് MES കലരി കോളേജിൽ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അക്കാദമിയിലെ ടീച്ചർ, അതും ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസരം കിട്ടിയപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷിച്ചു. പിന്നെ അത് മാത്രമല്ല ടെൻഷൻ ഉണ്ടായിരുന്നത്, അതിന് എങ്ങനെ ഇപ്പോൾ ഇത് പഠിപ്പിക്കുക. കാരണം പാടാനറിയാം, പക്ഷെ ഇത് പഠിപ്പിച്ചിട്ട് ഇതുവരെ ശീലമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഹാർമോണിയം വായിച്ച് പഠിപ്പിക്കണം. ഹാർമോണിയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതൊന്നും സ്വന്തമായിട്ട് ഉപയോഗിച്ചൊരു ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര പണി പെട്ടു. പക്ഷെ എന്താ പറയുക, സ്റ്റാർട്ടിങ്ങിൽ കയറി ട്രാക്കിൽ കയറിയപ്പോൾ തൊട്ട് ഓക്കെ ആയി. പിന്നെ ഉഷാറായി. പിന്നെ എനിക്ക് കിട്ടിയത് ഒരു 14-15 നല്ല അടിപൊളി കുട്ടികളായിരുന്നു. അതായത് എന്ത് പറഞ്ഞാലും പാവങ്ങളെ പോലെ ഇരിക്കൊടുത്ത് കിടത്തിയൊടുത്ത് പറഞ്ഞുകൊടുത്ത് ചെയ്യുന്ന ഒരു 14-15 കുട്ടികളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എന്താ പറയുക, പറയുന്ന കാര്യങ്ങളൊക്കെ വേഗം ചെയ്യും. എനിക്കങ്ങനെ വലിയ സ്ട്രെസ്സും കാര്യങ്ങളും എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ മറ്റ് ഇതിലൊക്കെ പറയുമ്പോൾ അവർ പുറത്ത് അവിടെ പോകണു, ചാടിക്കാൻ പോകണു, കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കുട്ടികളെ വേഗം ഒന്ന് വിളിച്ചാൽ വേഗം വരും. അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷമായി. എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു. പിന്നെ കുറേ ആളുകൾ കോഴ്സിൻ്റെ പല സമയങ്ങളിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പഠനത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ കുറേ ആളുകൾ പരീക്ഷ എഴുതാണ്ടും ചിലർ ഫസ്റ്റ് സെം എഴുതിയിട്ട് പോയവരൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഇന്ന് ഈ ഒരു പരിപാടിയിൽ വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. നവാസ്ക നേരത്തെ വന്നു പോയി. അതുപോലെ തന്നെ അബിഷർ, അവളുടെ താത്ത ആയിഷ, പിന്നെ ലജ, അങ്ങനെ കുറേ കുട്ടികളുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു അവസരത്തിൽ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. എസ്പെഷ്യലി ഞാൻ പഠിപ്പിച്ച ആദ്യത്തെ കുട്ടികളാണ്. എൻ്റെ ലൈഫിൽ ഞാൻ പഠിപ്പിച്ച ഫസ്റ്റ് 14-15 കുട്ടികളാണ്. അതും എന്നെക്കാട്ടിലും ഒരുപാട് മൂത്ത ഞാൻ ബഹുമാനിക്കുന്ന കുറേ ആളുകൾ എന്നെ ടീച്ചറെ വിളിക്കുമ്പോഴുള്ളൊരു ഇടങ്ങേറുണ്ട്. അതായത് ഞാൻ അവരെ കാക്കാന്നും എന്താ ഇപ്പം സലാംക്ക, അതുപോലെ അലീംക്ക, ഉനേസ്ക, ഇവരൊക്കെ ഞാൻ ഉനേസ്കാന്നൊക്കെ കഴിഞ്ഞ് ക്യാമ്പിൽ വിളിച്ചിട്ട് ഒരു വിടുമ്പോൾ ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ എന്താ പോലെയാണ്. എന്തായാലും വളരെയധികം സന്തോഷം ഈ ഒരു അവസരം തന്ന എസ്പെഷ്യലി അക്കാദമിയിലെ എല്ലാ ആളുകൾക്കും, അതുപോലെ തന്നെ എന്നെ ഒരു വർഷം എന്താ പറയുക എൻ്റെ കീഴിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിലും ഇങ്ങനെ ഒരു ഉപഹാരം തന്ന് സ്വീകരിച്ചാൽ എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പം എല്ലാവരും പാട്ടുകളൊന്നും നിർത്തിയെടുത്ത് പാടുക, പരിപാടികൾ ഉണ്ടാകുമ്പോൾ പങ്കെടുക്കുക, അക്കാദമിയിൽ വരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ആശംസകൾ.